നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലും നോക്കിയാൽ നിലപാടുള്ള നേതാവാണ് തരൂർ എന്ന് പറയാം. പക്ഷെ ആ നിലപാടിൽ ഉറച്ചുകൊണ്ട് നിലപാടിന് അനുസൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു നിൽക്കേണ്ടതും തരൂരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഏത് പാർട്ടിയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ പാർട്ടി നടപടികൾക്ക് വിരുദ്ധമായി പാർട്ടിയെ നിന്നുകൊണ്ട് തന്നെ വിമർശിക്കുന്നതിന് ഒരു അതിരൊക്കെ വേണം. പക്ഷെ തരൂരിനെ തടയാൻ കോൺഗ്രസുകാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തരൂരിന് ഒരു കൊട്ട് കൊടുക്കാനും അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നു. മോദിയെ പുകഴ്ത്തി മണിക്കൂറുകൾക്കകം തരൂരിന്റെ ചെവിക്ക് പിടിക്കും അണിയറയിൽ. അതോടുകൂടി തന്റെ നിലപാട് മയപ്പെടുത്തി പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി തന്റെ വാക്കുകളെ വളച്ചൊടിക്കരുതെന്ന അപേക്ഷയുമായി തരൂരെത്തി. കഴിഞ്ഞ ദിവസം മോദിയെ പുകഴ്ത്തിയത് ഒരല്പം കടന്നുപോയി എന്നാണ് കോൺഗ്രസിന്റെ അടുക്കളപ്പുറത്തുള്ള മുറുമുറുപ്പും ബഹളവും ഉയർന്നത്. എന്നാൽ മിണ്ടിപ്പോകരുതെന്ന് ഹൈക്കമാൻഡ് തന്നെ പരസ്യ ശാസന കൊടുത്തിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ഇപ്പോൾ തരൂർ തന്റെ നിലപാട് മയപ്പെടുത്തി കവി അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ശശി തരൂരിന്റെ പുതിയ പ്രതികരണം ദേശീയ പൊതു ചർച്ചകളിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ കുറിച്ച് തരൂർ പറഞ്ഞ വാക്കുകൾ ചിലർ വളച്ചൊടിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് ഒരു കാര്യമാണ്: ദേശത്തിന്റെ പുരോഗതിക്കായി കേന്ദ്ര സംസ്ഥാന സമന്വയം അത്യാവശ്യമാണ് എന്ന്. അതിന് ആശയ പ്രകോപനങ്ങൾക്കും പാർട്ടി ഭിന്നതകൾക്കും മീതെ ചിന്തിക്കേണ്ടതുണ്ട് എന്ന്. ഇതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ സമീപനം. പക്ഷെ ഇത്രയധികം സുതാര്യവും വികസനോന്മുഖവുമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് അസ്വസ്ഥതയുണ്ടാകുന്നത്. തരൂർ മോദിയെ പ്രശംസിച്ചാൽ പാർട്ടി മിണ്ടാതിരിക്കണമെന്ന് പറയുന്നവർ തന്നെ ഇപ്പോൾ അണിയറയിൽ ശബ്ദം പുറത്തേക്ക് ഉയർന്നു കേൾക്കാത്ത തരത്തിൽ അദ്ദേഹത്തെ ശബ്ദമില്ലാതെ ഒറ്റയ്ക്കാക്കുന്ന അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. തരൂർ പറയുന്നത് വളരെ ലളിതവും ദേശീയ നന്മയെ വ്യക്തമാക്കുന്നതുമായ ഒരു കാര്യമാണ്. രാജ്യത്തിന് മുന്നേറണമെങ്കിൽ വികസനത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഈ നിലപാട് പിന്തുണയ്ക്കുന്നതിനാൽ തരൂരിനെ കുറ്റക്കാരനാക്കുന്നത് എന്തിനാണ്? പ്രധാനമന്ത്രി വികസനത്തിന്റെ കൊടുമുടികൾ താണ്ടുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും രാജ്യത്തിന്റെ ഐക്യം, പുരോഗതി, ഭാവി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവിടെ ശത്രുതയൊന്നുമില്ല. രാജ്യത്തിന് നേട്ടമുണ്ടാക്കാനുള്ള വിശാലമായ വഴികളാണ്. അതിനെ അംഗീകരിക്കുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം. തരൂർ ചെയ്തതും അത്ര തന്നെ. പക്ഷെ കോൺഗ്രസ് അതുപോലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കണ്ടുകേട്ട രാഷ്ട്രീയ വൈരാഗ്യങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യത്തിന്റെ വികസനം പോലും സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മരവിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നത്. പ്രഗത്ഭരായ നേതാക്കൾ സ്വതന്ത്രമായി അഭിപ്രായം പറയാനും യഥാർത്ഥത്തിൽ രാജ്യത്തിന് ഗുണം ചെയ്യുന്നതിനെ അഭിനന്ദിക്കാനും അവർ തയ്യാറല്ല. തരൂരിന്റെ ബൗദ്ധികതയും ദേശീയ നിലവാരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചിലർക്ക് വെല്ലുവിളിയായി തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ തരൂർ ഒരിക്കലും പിന്നോട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. അദ്ദേഹം ആശയങ്ങളിൽ ശക്തനും നിലപാടുകളിൽ ഉറച്ചതുമായ നേതാവാണ്. ദേശീയതയും വികസനവും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തവും ശരിയുമാണ്. മോദി സർക്കാരിന്റെ പ്രവർത്തനാധിഷ്ഠിതമായ ദേശീയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയും വികസനത്തിനോടുള്ള പൂർണ്ണ പ്രതിബദ്ധതയും ഒരു ബുദ്ധിജീവി അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? തരൂർ ചെയ്തത് അതാണ്. ഇത് വ്യക്തിപരമായ പ്രശംസയല്ല, ദേശീയ നിലവാരത്തിൽ ഒരു നേതാവിന്റെ പ്രവർത്തന ശക്തിയെ അംഗീകരിക്കാനുള്ള സത്യസന്ധ വിലയിരുത്തലാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്തരം തുറന്ന നിലപാടുകളോട് അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. മോദിയെ കുറിച്ച് ഒരു പോസിറ്റീവ് വാചകം ഉണ്ടായാലും പാർട്ടിക്കുള്ളിൽ ഉടൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങും. പകൽ പോലെ വെളിച്ചമുള്ള വ്യക്തതയുള്ള മോദിയുടെ പ്രവർത്തനം അംഗീകരിക്കാതെ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് നിലനിന്നതുകൊണ്ട് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടാൻ കഴിയില്ല, നാവ് മുറിച്ചു മാറ്റാൻ കഴിയില്ല, ബുദ്ധിയും ബോധവും തകർക്കാനും കഴിയില്ല. തരൂർ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും ശക്തമാകണമെങ്കിൽ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമായത് എന്നത് തന്നെയാണ്. മോദി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് രാജ്യത്തിന്റെ സമഗ്ര നന്മയ്ക്കാണ്. കേരളം ഉൾപ്പെടെ ഏത് സംസ്ഥാനവും ദേശീയ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. ദേശീയവും രാഷ്ട്രീയ വൈരാഗ്യവും എല്ലാ കാര്യത്തിലും മുന്നോട്ട് വെച്ചാൽ ഒരിക്കലും ഒരു രാജ്യത്തിനും വികസനം സംഭവിക്കില്ല. തരൂർ ഈ സത്യമാണ് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതുപോലെ ദേശീയ തലത്തിലുള്ള യാഥാർത്ഥ്യ ബോധം ഇന്ന് കോൺഗ്രസിന് ഏറെ ബുദ്ധിമുട്ടാണ്. അവർ ഇപ്പോഴും പഴയ കാലത്തെ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചതുപ്പിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തരൂർ പലപ്പോഴും വ്യക്തിപരമായ ബൗദ്ധികത ഉപയോഗിച്ച് രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കാര്യത്തിൽ കൃത്യമാണ്: രാഷ്ട്രോന്നമനത്തിനു വേണ്ടി ശരിയായത് ശരി എന്ന് പറയാനുള്ള ധൈര്യം.
അതാണ് അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത്. കോൺഗ്രസ് ഇതിനെ ഭീഷണിയായി കാണുന്നുവെങ്കിൽ അത് അവരുടെ വീഴ്ചയാണ്, തരൂരിന്റേതല്ല. ഒരു പാർട്ടിക്കുള്ളിൽ ഒരാൾക്ക് പോലും സത്യം പറയാൻ കഴിയുന്നില്ല എങ്കിൽ അവർ ജനാധിപത്യവാദികളാണോ എന്ന് ചോദിക്കേണ്ടി വരും. മോദി സർക്കാരിന് രാജ്യത്തിന്റെ ദീർഘകാല വികസന ദിശയെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തി നിർത്താൻ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും അന്തർദേശീയ ബന്ധങ്ങളും സാമ്പത്തിക വളർച്ചയും പുനർനിർമ്മിക്കാനായ നേതൃത്വമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നേട്ടങ്ങളെ അംഗീകരിക്കുന്നത് ഒരു ബുദ്ധിപരമായ കടമയാണ്. അത് പാർട്ടി വിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നല്ല. തരൂർ ഇത് മനസ്സിലാക്കി സംസാരിച്ചത് തന്നെയാണ്. എന്നാൽ കോൺഗ്രസിൽ മറ്റുള്ളവർ അതിനെ മനസ്സിലാക്കാൻ പോലും തയ്യാറല്ല. തരൂർ ഒരു കാര്യവും തെളിയിച്ചു: അദ്ദേഹത്തെ മിണ്ടാതിരുത്താൻ സാധിക്കില്ല. ദേശീയത, വികസനം, കേന്ദ്ര സംസ്ഥാന സഹകരണം എന്നിവയിൽ അദ്ദേഹം വ്യക്തമായ നിലപാട് സ്വീകരിക്കും. മോദിയുടെ മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹം കാണുമ്പോൾ അത് തുറന്നു പറയും. കോൺഗ്രസിൽ അത് ഇഷ്ടമല്ലെങ്കിലും തരൂർ അതിൽ നിന്ന് വഴിമാറില്ല. രാജ്യത്തിന്റെ ഗുണത്തിനാണ് മുൻഗണന, പാർട്ടി നിർദ്ദേശങ്ങൾക്കല്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇതാണ് അദ്ദേഹത്തെ ശക്തനാക്കുന്നത്. ഈ രാജ്യത്തിന് ആവശ്യമായതും ഇത്തരത്തിലുള്ള തുറന്ന മനസ്സുള്ള നേതാക്കളെയാണ്.